മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ, ഇപ്പോഴത്തെ മന്ത്രി കെ രാജൻ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ എന്നതിനപ്പുറം ഇവർക്കൊരു വ്യക്തിത്വമുണ്ട്. വലതുപക്ഷ ജീർണതകളുടെയും തൊഴിലാളി വിരുദ്ധതയുടെയും ഇരകളാണിവർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ തുടർഭരണം നേടിക്കൊടുത്ത പിണറായി വിജയൻ എന്ന നേതൃപാടവത്തിൽ അസൂയ പെരുത്ത് വലതുപക്ഷവും അവർക്ക് റാൻ മൂളുന്ന മാധ്യമങ്ങളും നൽകിയ പേര് ചെത്തുകാരന്റെ മകനെന്നാണ്. അദ്ദേഹത്തിന്റെ ചെയ്തികളിലോ നാടിന്റെ അവസ്ഥയിലോ വിമർശനത്തിന് വിധേയമാക്കേണ്ട ഒന്നുമില്ലാത്തത് കൊണ്ട് വ്യക്തിപരമായി താറടിക്കാൻ ഉണ്ടാക്കിയ പേരാണെങ്കിലും മുഖ്യമന്ത്രി അതിനെ അഭിമാനത്തോടെയാണ്. താനൊരു ചെത്തുകാരന്റെ മകൻ തന്നെയാണെന്നും ഒരു തൊഴിൽ ചെയ്ത് അന്തസ്സായി ജീവിച്ച അച്ഛന്റെ പാരമ്പര്യമാണ് എന്നെ തൊഴിലാളികളോട് ചേർത്ത് നിർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് എന്ന മഹാമാരിക്ക് മുന്നിൽ കേരളം വിറങ്ങലിച്ചു നിന്നപ്പോൾ അനേകായിരം സന്നദ്ധ പ്രവർത്തകർക്ക് മുൻപേ നടന്ന് ധൈര്യം പകർന്ന ഒരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു. പെണ്ണിനെന്താ കുഴപ്പമെന്ന് നിയമസഭയിൽ പോലും ഉറച്ച ശബ്ദത്തിൽ ചോദിച്ച കെ ശൈലജ. അവരെ വലതുപക്ഷം നേരിട്ടത് കോവിഡ് റാണി എന്ന ഇരട്ടപ്പേരോടുകൂടിയാണ്. അന്ന് അധിക്ഷേപ വാക്കുകൾ കേട്ട് ടീച്ചർ തളർന്നു നിന്നുപോയിരുന്നെങ്കിൽ ഇന്നത് പറയാൻ ഞാനോ കേൾക്കാൻ നിങ്ങളോ ഉണ്ടാവുമായിരുന്നില്ല. ഉറ്റവരുടെ മൃതദേഹങ്ങളുമായി മനുഷ്യർ റെയിൽവേ ട്രാക്കുകളിലൂടെ കിലോമീറ്ററുകൾ നടന്നപ്പോൾ, ഗംഗയിൽ ചത്ത പരൽമീൻ കണക്കെ അഴുകിയ മൃതദേഹങ്ങൾ ഒഴുകിയപ്പോഴും കേരളത്തിൽ അത്തരം ഭീതിതമായ അവസ്ഥ ഉണ്ടായില്ല. കാരണം കേരളത്തിന് കൈത്താങ്ങുമായി ഒരു സംവിധാനം മുഴുവൻ ഉണ്ടായിരുന്നു. അതിന്റെ അമരത്ത് കെ ശൈലജ എന്ന അന്നത്തെ മന്ത്രി. അവർക്കെതിരായ അടുത്ത അധിക്ഷേപം തുന്നൽ ടീച്ചറാണെന്നതായിരുന്നു. ടീച്ചറും അങ്ങേയറ്റം അഭിമാനത്തോടെ അതിനോട് പ്രതികരിച്ചു. കേരളത്തിലെ അനേകം സ്ത്രീകൾ ഉപജീവനം നടത്തുന്ന തുന്നൽ പോലെ ഒരു തൊഴിൽ പഠിപ്പിക്കാൻ കഴിയുന്നതിലും അതിന്റെ പേരിൽ കേരളം ഒന്നാകെ ടീച്ചർ എന്ന് വിളിക്കുന്നതിലും തനിക്ക് അഭിമാനമാണെന്ന് അവർ പറഞ്ഞു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് 2024 ജൂലൈ 30 ചൂരൽമലയിലൂടെ ഒലിച്ചിറങ്ങിയത്. ജാതിമത ഭേദമില്ലാതെ, ആൺപെൺ വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയം നോക്കാതെ അന്ന് ഈ നാട് ഒന്നിച്ചു നിന്നു. ദുരന്തമുണ്ടായി 2 വർഷം തികയും മുൻപ് ഒരു മുഴുവൻ നാട് തന്നെ ആ ദുരന്തം അനുഭവിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ കേരളം കൈകോർത്തു നിന്നതാണ്. അന്ന് അതിന് ചുക്കാൻ പിടിച്ച് മുഖ്യമന്ത്രിക്കൊപ്പം നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജനും ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ വിള്ളൽ സൃഷ്ടി ശരിയാണോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം നേരിട്ടെത്തിയതും ഏണിയിൽ കയറിയത് പരിശോധിച്ച് മാർക്ക് ചെയ്തത് മായ്ക്കാൻ മുതിർന്നതും വലതുപക്ഷത്തിന്റെ മാനസപുത്രനാകാനല്ല, വയനാട്ടിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന വീട് അവർക്കൊരു തണൽ തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്താനാണ്. അതിന് വലതുപക്ഷം ചാർത്തിയ പേര് കൂലിപ്പണിക്കാരൻ രാജൻ എന്നാണ്. അതിനോടും അദ്ദേഹം പ്രതികരിച്ചത് തനിക്കതിൽ സന്തോഷമുണ്ടെന്നാണ്. PC ജോഷിയുടെയും P കൃഷ്ണപിള്ളയുടെയും ഓർമ്മകൾ അവശേഷിക്കുന്ന പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു ഇടതുപക്ഷക്കാരനെ മന്ത്രിയാക്കി വിട്ടിട്ട് 5 വർഷം കഴിയുമ്പോൾ താൻ കേൾക്കുന്നത് തൊഴിലാളി എന്ന പേരാണല്ലോ എന്ന് അദ്ദേഹം അഭിമാനത്തോട് പറഞ്ഞു. അതെ, തൊഴിലാളിയായി ഇരിക്കുന്നതിൽ, തൊഴിലാളി എന്ന പേര് കേൾക്കുന്നതിൽ, തൊഴിലാളികൾ തങ്ങളെ സമീപിക്കുന്നതിലെല്ലാം അങ്ങേയറ്റം അഭിമാനിക്കുന്ന ഒരു പറ്റം മനുഷ്യർ നയിക്കുന്ന ഭരണ സംവിധാനം തന്നെ ഒരു സാധാരണക്കാരന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വയനാട്ടിൽ വീട് വയ്ക്കാമെന്ന മോഹന വാഗ്ദാനം നൽകി പ്രവർത്തകരിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് ഒടുവിൽ ഫണ്ടുമായി മുങ്ങിയവരും സ്വന്തം പാർട്ടിയെയും നേതാക്കളെയും വരെ ഒരു വ്യക്തിത്വവും ഇല്ലാതെ പറ്റിച്ച് കല്ലിടൽ ചടങ്ങ് നടത്തുകയും ചെയ്ത നിരവധി പേരുണ്ടായിരുന്നു ഈ പേരുകൾ വിളിച്ച് അധിക്ഷേപിക്കാൻ. തൊഴിലാളി വിരുദ്ധതയും പണക്കൊതിയും കൊണ്ട് സ്വന്തം പാർട്ടി തകർത്ത ജീവിതങ്ങളിൽ വയനാട് DCC ട്രഷററുടെ കുടുംബവുമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് കള്ളക്കഥകൾ മെനിഞ്ഞ് ഗിമ്മിക്കുകൾ കാട്ടുന്നത്. പണിയെടുക്കുന്നവരോടും പകുത്തു നൽകുന്നവരോടും വലതുപക്ഷത്തിനുള്ള ആത്യന്തികമായ പുച്ഛത്തോട് കേരളം പ്രതികരിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള മന്ത്രിമാരെ കൊടുത്തുകൊണ്ടാണ്. തൊഴിലാളിയാണ് എന്നതിന്റെ അഭിമാനത്തോട് പറയട്ടെ, ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർ അടച്ചുറപ്പുള്ള വീടുകളിൽ അന്തിയുറങ്ങാൻ ഇനി അധിക നാളൊന്നും എടുക്കില്ല. അവരുടെ ആ അവകാശത്തിന് കൂടെ നിൽക്കാൻ ഈ നാട്ടിൽ മനുഷ്യത്വം അറിയുന്ന ഒരു തൊഴിലാളി വർഗ സർക്കാരുണ്ട്. അതാണ് LDF സർക്കാരിന്റെ ഗ്യാരണ്ടി.